നമസ്കാരം. മാധ്യമപ്രവർത്തകർക്ക്, അത് ലോകമെമ്പാടുമുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരു വാക്ക് കേൾക്കുന്നത് അവരെ മറ്റെന്ത് അസഭ്യം വിളിക്കുന്നതിനേക്കാൾ വിഷമമുണ്ടാക്കുന്നതാണ്. അത് മാപ്ര എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏറ്റവും മ്ലേച്ഛമായ തെറിയോ ഇതൊന്നുമല്ല. പ്രസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്കാണ്. കാരണം പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്കിൽ നിന്ന് രൂപാന്തരം സംഭവിച്ച് മാധ്യമങ്ങളുടെ ഇന്നത്തെ ഒരവസ്ഥയെ പരിഹസിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ട ഒരു വാക്കാണ് ഈ പ്രസ്റ്റിറ്റ്യൂട്ട്. ഈ പ്രസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ഏത് വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു. ആ വാക്കുമായി സാമ്യം ഉള്ള രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ ആ പ്രവർത്തനമാണ് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആ പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് അത്തരമൊരു വാക്ക് നിർമ്മിക്കപ്പെട്ടത്. ആ വാക്ക് കേൾക്കുന്നത് മാധ്യമപ്രവർത്തകർക്ക് അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും വളരെ വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. എന്നാൽ ദൗർഭാഗ്യവശാൽ ആ പദപ്രയോഗത്തിന് കേരളത്തിലെങ്കിലും ഒരുവിധപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകരും യോഗ്യരാണ് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളിലെ അവതാരകർ. അവരെ മാധ്യമപ്രവർത്തകരെന്ന് വിളിക്കുന്നതിനേക്കാൾ അവതാരകർ എന്ന് തന്നെ വിളിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റ് മാധ്യമപ്രവർത്തകർക്ക് ഈ വാക്കിൻ്റെ ഒരു വൈഷമ്യം അല്ലെങ്കിൽ ആ വാക്കുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ വേണ്ടി ഇവരെ തൽക്കാലം അവതാരകർ എന്ന് വിളിക്കാം. ഇപ്പോഴത്തെ കാലത്തുള്ള ചില അവതാരങ്ങളെന്ന് തന്നെ പറയാം, അവതാരകരുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ ആദ്യമായി പാലിക്കേണ്ട ഒരു ധർമ്മമെന്ന് വിശ്വസിച്ച് പോരുന്നത് നിഷ്പക്ഷതയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നിഷ്പക്ഷമായി നിലകൊള്ളുവാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല എന്നുള്ള സത്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അങ്ങനെ നിഷ്പക്ഷമല്ല നിങ്ങളുടെ മനോഭാവമെങ്കിൽ നിങ്ങളുടെ നിലപാട് തുറന്നു പറയുവാനുള്ള ആർജവം കാണിക്കണം. തത്വമയി ന്യൂസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാധ്യമശക്തി രാഷ്ട്രവൈഭവത്തിന് എന്ന് കൃത്യമായി പ്രേക്ഷകരുടെ മുമ്പിൽ പ്രസ്താവിച്ചുകൊണ്ട് ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മാധ്യമമാണ് തത്വമയി ന്യൂസ്. അക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് കൃത്യമായി പ്രസ്താവിച്ചുകൊണ്ട് തന്നെയാണ് തത്വമയി ന്യൂസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തത്വമയി ന്യൂസിനൊരു പക്ഷമുണ്ട്. അത് ദേശീയത എന്ന ശരിയുടെ പക്ഷമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരും അത് വിശ്വസിക്കുന്നു. ഇതൊന്നുമല്ലാതെ മലയാളി കണി കണ്ടു ഉണരുന്ന നന്മ, ഇത് മിൽമയുടെ പരസ്യമാണ്, മിൽമ ക്ഷമിക്കണം, കേസൊന്നും കൊടുക്കരുത്. മലയാളി മനസ്സിൻ്റെ കണ്ണാടി, നേരറിയാൻ നേരത്തെ അറിയാൻ, നേരോടെ നിർഭയം നിരന്തരം തുടങ്ങിയ ടാഗ് ലൈനുകൾ കൊടുത്ത് ഞങ്ങൾ നിഷ്പക്ഷരാണ് എന്നുള്ളൊരു പ്രതിച്ഛായ സൃഷ്ടിച്ച് മുന്നോട്ട് പോകുന്ന മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ, അവയിലെ അവതാരകന്മാർ ക്യാമറയ്ക്ക് മുൻപിൽ, പ്രത്യേകിച്ച് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ വല്ലാത്തൊരു പരിഭ്രാന്തിയിൽ ഏതാണ്ട് ഭ്രാന്തെടുത്ത് നിലവിളിക്കുന്ന ഒരവസ്ഥയിലാണ്. കാരണം BJP ഭരണത്തിൽ കൊണ്ടുവരാതിരിക്കാൻ എന്ത് ചെയ്യണം ജനങ്ങൾ എന്ന് ജനങ്ങളോട് നിർദ്ദേശിക്കുന്ന തലത്തിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇവരുടെ പേരെടുത്ത് പറയണോ വേണ്ടയോ എന്ന് ഞാനൊരു 10 വട്ടം ആലോചിച്ചിരുന്നു. പക്ഷേ പേരെടുത്ത് പറയാതെ നിവർത്തിയില്ല. കാരണം വേണു ബാലകൃഷ്ണനാവട്ടെ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ണി ബാലകൃഷ്ണനാവട്ടെ, റിപ്പോർട്ടർ TVയിലെ അരുൺകുമാർ ആവട്ടെ, ഇവരെല്ലാം ഒരേ തരത്തിൽ ഉള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. BJP ഭരണത്തിൽ നിന്ന് ഒഴിവാക്കാൻ ജനങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരും. ഈ കഴിഞ്ഞ ദിവസം വേണു ബാലകൃഷ്ണനുമായിട്ടുള്ളൊരു പരിപാടിയുടെ ഒരു ക്ലിപ്പ് കാണുവാനിടയായി. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള വിഷമം BJP ഭരണത്തിൽ വരുമെന്നുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പം ആ പരിപാടി അവതരിപ്പിച്ചിരുന്ന സുജയ പാർവതി കൃത്യമായി പറഞ്ഞിരുന്നു, ആര് അധികാരത്തിൽ വന്നാലും അതിൽ വിഷമിക്കരുത്. അത് മാധ്യമപ്രവർത്തകർക്ക് അത്തരത്തിലൊരു ധർമ്മം പാലിക്കണമെന്നുള്ളതാണ്. കാരണം ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇപ്പോൾ കൃത്യമായിട്ട് പിണറായി വിജയൻ്റെ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിനെതിരെയുള്ള എതിർപ്പുകൾ ഞാൻ കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്, പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കൂടുതൽ എതിർപ്പുകളോ അല്ലെങ്കിൽ കൃത്യമായ അഭിപ്രായങ്ങളോ തത്വമയി ന്യൂസിൻ്റെ ഒരു ആശയത്തിൻ്റെ പരിധിയിൽ നിന്ന് തന്നെ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നാളെ ഇനി പിണറായി വിജയൻ എൻ്റെ ദൗർഭാഗ്യം കൊണ്ട് ഈ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി. അദ്ദേഹത്തെ അപ്പോഴും ഞാൻ വിമർശിക്കുന്നത് തുടരും, പക്ഷേ അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഞാൻ അംഗീകരിക്കും. അല്ലാതെ നമ്മുടെ
പ്രമുഖ മാധ്യമപ്രവർത്തക ഷാനി പ്രഭാകറൊക്കെ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം അപ്പോഴും എനിക്ക് നഷ്ടപ്പെടില്ല. അത്തരത്തിലുള്ളൊരു നിലപാട് ഞാൻ സ്വീകരിക്കില്ല. ഇനി എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും പ്രേക്ഷകരുടെ മുമ്പിൽ ഞാനത് അവതരിപ്പിക്കില്ല. കാരണം ഒരു പൊതുമണ്ഡലത്തിൽ അത്തരത്തിലൊരാശയം ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ജനാധിപത്യം എന്നുള്ള വ്യവസ്ഥയെ അട്ടിമറിച്ച് ഒരു കലാപത്തിലൂടെ ഒരു ഏകാധിപത്യത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അരാജകത്വത്തിനോ വഴിയൊരുക്കുവാനുള്ള ആഹ്വാനം ചെയ്യലാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുതന്നെയാണ് സത്യവും. ഇനി മാധ്യമപ്രവർത്തകരിലേക്ക് തിരിച്ചു വരാം. ഇവരുടെ എല്ലാം ഈ ഒരു നിലപാടുകൾ കാണുമ്പോൾ അവരുടെ നിലപാടുകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതിനെ വിമർശിക്കാമെന്നുള്ളതല്ലാതെ അത് പാടില്ല എന്ന് നിഷ്കർഷിക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല, അങ്ങനെ ചെയ്യുന്നതുമില്ല. പക്ഷേ ഇവരുടെ ഈ വിലാപം കാണുമ്പോൾ ഒരു ചെറിയ സന്തോഷം മറ്റൊരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വിലാപത്തിന് ഒരർത്ഥമേ ഉള്ളൂ. കാരണം കേരളത്തിൽ NDA മുന്നോട്ട് കുതിക്കുക തന്നെയാണ്. അതും ഇന്നോളം ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ NDA മുന്നോട്ട് കുതിക്കുക തന്നെയാണ്. തത്വമയി ന്യൂസിൻ്റെ സർവേയിലും അതിന് മുൻപ് ഞാൻ പറഞ്ഞിരുന്നു 30 മണ്ഡലങ്ങളിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം നടത്തുവാനുള്ള ഒരു സാധ്യത NDAയുടെ മുൻപിൽ കേരളത്തിൽ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ തെളിഞ്ഞു കിടപ്പുണ്ട്. അത് ഒരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കുക, മാധ്യമപ്രവർത്തകർക്ക്, കളത്തിലിറങ്ങി പണിയെടുക്കുന്ന മാധ്യമപ്രവർത്തകർക്ക്, വേണു ബാലകൃഷ്ണനും ഉണ്ണി ബാലകൃഷ്ണനും കളത്തിലിറങ്ങി പണിയെടുക്കുന്ന ആളുകളല്ല ഇപ്പോൾ. എന്നാൽ അരുൺകുമാറിനെതിരെ എന്ത് വിമർശനം ഉന്നയിച്ചാലും ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് സമ്മതിക്കാതിരിക്കുവാൻ തരമില്ല. ആവശ്യമെങ്കിൽ മൈക്കുമെടുത്ത് വെയിലും കൊണ്ട് കളത്തിലിറങ്ങി പണിയെടുക്കുവാൻ ഒരു മടിയുമില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനെങ്കിലും കൃത്യമായിട്ട് കളത്തിലെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ ഭൂമികയുടെ ഒരു ചിത്രം കുറേയെങ്കിലും വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഈ വിലാപം എന്നുള്ളതാണ് വാസ്തവം. കാരണം എന്തൊക്കെ ചെയ്താലും ഒരു പക്ഷേ NDAയ്ക്ക് ഒരു പരിധിയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുവാനും ഒരു നല്ലൊരു ശതമാനം, അത് എത്രയെന്നുള്ള എണ്ണം അവർ പറയില്ല. കാരണം അങ്ങനെ ജയിക്കുമെന്നുള്ളൊരു പ്രതീതിയെ സൃഷ്ടിക്കാൻ പാടില്ലല്ലോ, ജയിക്കാൻ പാടില്ല. അങ്ങനെ പ്രേക്ഷകരത് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ വേണം ചെയ്യാൻ. അവിടെ ഓർത്തഡോക്സ് സഭ ഒരുമിച്ച് ഇവിടെ വോട്ട് ചെയ്യണം, അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ച് വോട്ട് ചെയ്യണം, ഇവിടെ മുസ്ലിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വോട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരുപക്ഷേ BJPയെ NDAയും പിടിച്ചു നിർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചേക്കും. അങ്ങനെ വേണം, അല്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാകും. ഇത്തരത്തിലുള്ള ഒരു പ്രചരണങ്ങളുമായാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NDA കേരളത്തിൽ ഇത്തവണത്തെ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വമ്പൻ മുന്നേറ്റം നടത്തുവാനുള്ള സാധ്യതകൾ മുൻപ് പ്രവചിച്ചതിനേക്കാളും പ്രവചനാതീതമായ തരത്തിലെന്ന് തന്നെ പറയാം തെളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതിൻ്റെ ഒരു പരിണാമ ഫലമാണ് ഈ വിലാപങ്ങൾ, മാപ്രാവിലാപങ്ങൾ. അവരെ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കണമോ വേണ്ടയോ എന്നുള്ളത്. ഈ പേരുകൾ ഞാൻ പറഞ്ഞതുകൊണ്ട് അവരെ ഞാൻ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കുന്നില്ല. പക്ഷേ ഇവരുടെ ഈ ഒരു പ്രകടനങ്ങൾ പ്രേക്ഷകരും പലപ്പോഴും നേരിട്ടല്ലെങ്കിൽ പോലും ക്ലിപ്പുകളായെങ്കിലും കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ പ്രകടനങ്ങൾ നിങ്ങൾ വിലയിരുത്തുമ്പോൾ പ്രസ്റ്റിറ്റ്യൂട്ട്സ് എന്ന വാക്കിന് ഇവർ അർഹരാണോ അല്ലയോ എന്നുള്ള തീരുമാനം ഞാൻ പ്രേക്ഷകർക്ക് വിടുന്നു. എന്തായാലും ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നു, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. അതിൻ്റെ കൃത്യമായ സൂചന മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പരിഭ്രാന്തിയിലാണ് അവർ. കാരണം ഇന്നോളമുള്ള അവരുടെ ഇടത് മനോഭാവം കോൺഗ്രസ് ചായ്വ്. കാരണം അങ്ങനെ തന്നെയാണല്ലോ ദേശീയ രാഷ്ട്രീയത്തിൽ. കാരണം എത്രത്തോളം ഇവിടെ കേരൾ മേ ഗുസ്തി ബംഗാൾ മേ ദോസ്തി, അല്ലെങ്കിൽ കേരൾ കെ ബാഹർ ദോസ്തി, അങ്ങനെയാണല്ലോ പോകുന്നത്. കാരണം ഇവിടെ രാഹുൽ ഗാന്ധി മണ്ടനാണ്, രാഹുൽ ഗാന്ധിക്ക് കാര്യങ്ങൾ അറിയില്ല, അധിക പ്രസംഗിയാണ് എന്നൊക്കെ പറയുന്ന പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ MPമാരെ അങ്ങോട്ടേക്ക് അയക്കുന്നത് എന്തിനാണ്? രാഹുൽ ഗാന്ധി പറയുന്ന അധിക പ്രസംഗത്തിനും വിവരക്കേടുകൾക്കും വേണ്ടി അവിടെ ചെന്ന് ജയ് വിളിക്കുവാനും രാഹുൽ ഗാന്ധിയുടെ കൂടെ കുത്തിയിരുന്ന് വട കഴിക്കുവാനും അതിന് വോട്ടിങ്ങിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതിന് അനുകൂലമായി വോട്ട് ചെയ്യുവാനുമാണ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ MPമാരെ ഡൽഹിയിലേക്ക് അയക്കുന്നത്. അത്തരത്തിലുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർക്ക്, ഈ മാപ്രകൾ എന്ന് കേരളീയർ വിളിക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് ഇടത് മനസ്സും വലത് കോൺഗ്രസ് ചായവും ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത്തരത്തിലുള്ള മനോഭാവത്തിൽ നീങ്ങുന്ന മാധ്യമപ്രവർത്തകർ എന്ന വാക്ക് ഞാൻ വീണ്ടും പിൻവലിക്കുന്നു, ഇടയ്ക്ക് അറിയാതെ ഒരു ശീലം കൊണ്ട് വന്നു പോയതാണ്. അവതാരകർക്ക് ഇത്തരത്തിലുള്ളൊരു വിലാപം അല്ലെങ്കിൽ പരിഭ്രാന്തി ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ അത് നൽകുന്ന ഒരു ശുഭസൂചന, കേരളത്തിലെ രാഷ്ട്രീയം മാറുകയാണ്. NDA ഒരു വമ്പൻ കുതിപ്പിനുള്ള സാധ്യതയുടെ വരമ്പത്ത് അല്ലെങ്കിൽ വിളുമ്പത്ത് വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു എഡ്ജിൽ നിൽക്കുകയാണ്, ഒരു പേഴ്സിപ്പസിൽ നിൽക്കുകയാണ്. ഇനിയുള്ള ഒരു കുതിപ്പ്
NDAക്ക് നടത്തുവാനുള്ള ഊർജം നൽകേണ്ടത് പ്രേക്ഷകരാണ്, സമ്മതിദായകരാണ്. അത് സമ്മതിദായകർ നൽകുമോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ജനാധിപത്യത്തിൻ്റെ മനോഹാരിത. 9-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാനം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മെയ് 4-ാം തീയതി വരെ അത്തരത്തിലുള്ളൊരു ആശങ്കയും ഒരു കൗതുകവുമൊക്കെ നിലനിർത്തുന്നത് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹാരിത. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നാളെ എൻ്റെ ദൗർഭാഗ്യം കൊണ്ട് പിണറായി വിജയൻ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടാലും, ജനാധിപത്യ രീതികളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടാലും അദ്ദേഹത്തെ വിമർശിക്കുക എന്നുള്ളതല്ലാതെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെടില്ല. പക്ഷേ അത് നഷ്ടപ്പെട്ട മാപ്രകൾ ഇങ്ങനെ കിടന്ന് വിലപിക്കുമ്പോൾ അവരെ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. ആ തീരുമാനം ഞാൻ നിങ്ങൾക്ക് വിടുന്നു. കമൻറ്റുകളിലൂടെ ആ തീരുമാനം അറിയിച്ചാൽ സന്തോഷം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.